സണ്ണി ജോസഫ് കോൺഗ്രസിനെ എവിടെ എത്തിക്കും? അതാണിപ്പോൾ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഹൈക്കമാൻഡിൽ നിന്ന് വെള്ളപ്പുകയൊക്കെ ഉയർന്നു. കോൺഗ്രസ് അല്ലേ, ആ വെള്ളപ്പുകയൊക്കെ എപ്പോഴിനിയും കറുപ്പായി മാറുമെന്നുള്ളതും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരെ കൊണ്ടുവന്നിരുത്തിയാലും ഈ പ്രവർത്തകർക്കൊന്നും തന്നെ കുറച്ചു കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. തമ്മിൽ പാരവെപ്പ് അവരുടെ കുലത്തൊഴിലാണ്. കോൺഗ്രസ് നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണല്ലോ കോൺഗ്രസ്സിലുള്ളത്. അതുകൊണ്ട് സണ്ണി ജോസഫ് അല്ല, ഇനി ദേവേന്ദ്രൻ്റെ മുത്തപ്പൻ വന്നെന്ന് പറഞ്ഞാൽ പോലും ഈ കോൺഗ്രസ്സുകാരാരെയും തന്നെ വെച്ച് പൊറിപ്പിക്കത്തില്ല. സണ്ണി ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയല്ലേ സണ്ണിയെ ഇറക്കിയിരിക്കുന്നത്? ആണല്ലോ, അത് മാറ്റമില്ലാത്ത കാര്യമാണ്. പരസ്യമായിട്ട് തന്നെ പറയാം. ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെ കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് പോയി എന്നാദ്യം അവർ ചിന്തിക്കാത്തത് എന്ത്? ആരാണ് കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചത്? ഒന്ന്, ലീഗ് എടുത്ത സ്വാതന്ത്ര്യം. ലീഗിൻ്റെ സ്വാതന്ത്ര്യമൊന്നല്ല, അമിത സ്വാതന്ത്ര്യം. ലീഗാണ് കോൺഗ്രസിനെ ഭരിക്കുന്നത്. കോൺഗ്രസിനകത്തുള്ള എല്ലാ ഉൾപ്പോരും കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കും. എന്തിന്? സണ്ണി ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് ഉടൻ സാദിഖ് അലിയെ കണ്ടു കഴിഞ്ഞു. അങ്ങോട്ട് പോയി കാണാനിരിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് വച്ച് ഈ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ വെച്ച് കാണാനിടയായി രണ്ടുപേരും കൂടി. അല്ലെങ്കിൽ അവിടെ പോകുമായിരുന്നു. സാദിഖ് അലിയുടെ തറവാട്ടിൽ പോയി അവിടെ സാഷ്ടാംഗം നമസ്കരിച്ച് പാദം കഴുകി കുടിച്ച് അടുത്ത കാര്യത്തിലേക്ക് പോവുകയുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെരുന്നയിലെ പോപ്പിൻ്റെ അടുക്ക നായന്മാരെ കാണാൻ വരുമോ? നായരെ ആർക്ക് വേണം? ഇപ്പം ക്രിസ്ത്യാനികളെയല്ലേ വേണ്ടത്. ലീഗിനെ വിടാനും വയ്യ. പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞ് ഉടനെ എങ്ങോട്ടാണ് പോയത്? പാണക്കാട്ടേക്കല്ലേ. അവിടെ പോയി അവരും ആ പെണ്ണും പിള്ളയും സാഷ്ടാംഗം നമസ്കരിച്ചു. വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയത് മുസ്ലിം ലീഗിൻ്റെ ഔദാര്യത്തിലാണെന്നുള്ളത് കൃത്യമായി അറിയാം. ഇനിയും ജയിക്കണമല്ലോ. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നെല്ലാം ഈ സോണിയ അമ്മച്ചിയെയും ഈ പ്രിയങ്കയെയും ഒക്കെ തൂത്ത് പറക്കി എടുത്തു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളമാണ് അഭയകേന്ദ്രം. അതുകൊണ്ട് പാണക്കാട്ട് ഇനിയും പോയി നമസ്കരിക്കും. അപ്പോൾ സണ്ണി ജോസഫ് വലിയ ഈ മലയോര കുടിയേറ്റവരുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളാണ്. അദ്ദേഹവും അങ്ങ് വടക്ക് വന്നത് ഈ കുടിയേറ്റ ഇതിൽപ്പെട്ട ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇടയിലെ വോട്ടൊക്കെ സമാഹരിക്കാൻ കഴിയുമെന്നാണ്. ഈ കുടിയേറ്റം ധാരാളമായിട്ടുണ്ടായത് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നാണല്ലോ. കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് വടക്കോട്ടേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇടുക്കി മുതൽ മലബാറിലേക്ക് നീളുന്ന കുടിയേറ്റ പാരമ്പര്യത്തിലെ ഒരു കണ്ണി തന്നെയാണ് ഇദ്ദേഹവും. കുടിയേറ്റ മേഖലയിൽ എവിടെയും അതുവഴി സഭയുടെയും പാർട്ടിക്കുള്ളിലെ ഒരു പാലമാക്കാൻ സണ്ണി ജോസഫിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. അങ്ങനെ BJP-യിലേക്ക് പോയ വോട്ട് തിരിച്ചു കൊണ്ടുവരിക. പിന്നെ ലീഗിന് ഇത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തു. ലീഗിന് ഇനിയും സ്വാതന്ത്ര്യം കൊടുക്കും. ഇത് ക്രൈസ്തവർക്കറിയാം നന്നായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യം പറയണം, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മന്ത്രിമാരേ ഉള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നോക്കിയോ, ലീഗ് ഇനി ഇപ്പം 5 മന്ത്രിയല്ല 6 മന്ത്രിമാരെ ചോദിക്കും. അവർ നിൽക്കുന്ന സീറ്റിൻ്റെ എണ്ണം കൂട്ടും. 6 മന്ത്രിമാരെ ചോദിക്കും. പിന്നെ ഒരു ഉപമുഖ്യമന്ത്രിയും വേണമെന്ന് പറയും. നോക്കിയോ, തലയിൽ കയറിയിരുന്ന് ലീഗ് നിരങ്ങി കോൺഗ്രസിനെ മുഴുവൻ ക്ഷൗരം ചെയ്യും. ഇവർ നോക്കിക്കൂ, അത്തരത്തിലുള്ള കാര്യത്തിലേക്കാണ് ലീഗ് പോകുന്നത്.
ഇതിന് നിന്നു കൊടുക്കും കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാർ. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ അകന്നു പോയിട്ടുള്ളതും. ക്രൈസ്തവ വോട്ടുകൾ ഇനി ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. മുനമ്പം വിഷയത്തിലെടുത്ത നിലപാടെന്താ നിങ്ങൾ? വഖഫ് ഭേദഗതി ബില്ല് ഇതൊക്കെ കൃത്യമായിട്ട് BJP അവരിൽ എത്തിച്ചു കൊടുത്തു. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത് BJPയുടെ നേതാക്കൾ അവരെ സമീപിച്ചിട്ടാണ്, അല്ലാതെ കോൺഗ്രസ്സുകാരെ കൊണ്ടൊന്നുമല്ല. ഷോൺ ജോർജും PC ജോർജും ജേക്കബ് തോമസും അൽഫോൻസ് കണ്ണന്താനവും ഒക്കെ നീളുന്ന ഒരു നിര തന്നെയുണ്ട് ക്രൈസ്തവരുടെ പ്രതിനിധികളായിട്ട് BJPയിൽ. അതൊക്കെ നോക്കിക്കോ, ഇവർക്ക് വലിയ BJPക്ക് അനുകൂല തരംഗമാക്കി മാറ്റുമെന്നുള്ളതാണ്. ഈ മലയോര മേഖലയിൽ നിന്ന് തന്നെ ഈ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതിൻ്റെ കാരണം ഈ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം എന്ന് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ കാര്യമുണ്ടല്ലോ. അപ്പോൾ ഈ മലയോര മേഖലകളിലൊക്കെയുള്ള ഈ ക്രൈസ്തവർ അവർ റബ്ബർ കർഷകരും ഒക്കെയാണ്, അവർക്ക് റബ്ബറിന് വില കിട്ടണം. അപ്പോൾ അത്തരത്തിൽ BJP ഇവരെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ മാറ്റിയെടുത്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതെത്ര ശരിയാകുമെന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ പ്രധാനമായിട്ടും ക്രൈസ്തവർ പോയതിൻ്റെ കാരണം മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമാണ്. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. അത് വലിയ നാശത്തിലേക്കായിരിക്കും പോവുക. പിന്നെ ഈ ഈഴവ വോട്ടുകൾ നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നല്ലോ, നമ്മുടെ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിനെ കൊണ്ടുവന്നു. അപ്പം തീയ വിഭാഗത്തിൽപ്പെട്ട സുധാകരനെ മാറ്റിയിട്ട് UDF കൺവീനറായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അടൂർ പ്രകാശിനെ. അടൂർ പ്രകാശിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈഴവ വോട്ടുകളെല്ലാം കൂടി ഇങ്ങ് വരും എന്നാണ് കണക്ക് കൂട്ടൽ. അതും നിങ്ങളുടെ മോഹ അസ്ഥാനത്ത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ പിടിച്ച വോട്ട് നിങ്ങൾക്കറിയാമല്ലോ, എവിടുന്നൊക്കെ ചോർച്ച വന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളിനി തല കുത്തി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. ആദ്യം നിങ്ങൾ പറയണം, മുസ്ലിം ലീഗിന് അത്രത്തോളം വലിയ സ്വാതന്ത്ര്യമൊന്നും വേണ്ട, ഘടകകക്ഷിയാണ്, പ്രധാന ഘടകകക്ഷിയാണ്. നിങ്ങളുടെ തോളിൽ കയറി എന്ന് ചെവി കടിച്ചു പറിക്കാത്ത രീതിയിലാക്കി മാറ്റണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് ക്രൈസ്തവരെ തിരിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഭരണം കിട്ടുമ്പോൾ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഭരണം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ സണ്ണി ജോസഫിനെ ഇറക്കി എന്ന് വിചാരിച്ച് ക്രൈസ്തവ വോട്ടുകളെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് ചാടണമെന്നൊന്നുമില്ല. ഇതൊക്കെ മാറ്റത്തിൻ്റെ ഒരു കാറ്റ് കോൺഗ്രസ്സിൽ ഉണ്ടാകും എന്നൊക്കെയാണ് കണക്ക് കൂട്ടൽ. നോക്കിക്കോ, പിണറായി വിജയൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് നിങ്ങളുടെ ഏത് നീക്കത്തെയും ചെറുക്കുമെന്നുള്ളതാണ്. മൂന്നാം വട്ടവും അവർക്ക് അവസരം ഒരുക്കുന്ന രീതിയിലേക്ക് പോകും. നിങ്ങളെ തകർക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് ഹൈക്കമാൻഡ് കാത്തിരിക്കുന്നത്. കാരണം ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം, 10 കൊല്ലമായിട്ട് അധികാരമില്ലാതെ നിൽക്കുകയല്ലേ, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അവിടെ കൊണ്ടുപോയി കഞ്ഞിയും പയറും കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞെന്ന് വിചാരിച്ച് ക്രൈസ്തവരങ്ങ് വീഴാനൊന്നും പോകുന്നില്ല.